വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം താങ്കളുടെ പ്രതികരണം അറിയിച്ചതിന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, അതായത് സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം സത്യമാണെന്ന് നിർമ്മാതാവ് ലിബർട്ടി ബഷീർ. രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരരുത്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും ലിബർട്ടി ബഷീർ കണ്ണൂരിൽ പറഞ്ഞു. ഇപ്പോൾ ബിനോയ് ചേരുന്നു. ബിനോയ്, അതായത് ഇപ്പോൾ രഞ്ജിത്ത് രാജിക്കൊരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാറിൽ നിന്നും ചെയർമാൻ സ്ഥാനം എന്ന ചെയർമാന്റെ ബോർഡ് എടുത്തു മാറ്റുന്നു എന്നുള്ള സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും വാർത്തകൾ ലഭ്യമായി തുടങ്ങിയോ ബിനോയ്? തീർച്ചയായും ഇതൊരു വലിയ തരത്തിലൊരു സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം LDF-ലെ തന്നെ ഒരു വിഭാഗം ഘടകകക്ഷികളും ഒപ്പം AUIF പോലുള്ള യുവജന സംഘടനകളും എല്ലാം തന്നെ രഞ്ജിത്തിന്റെ രാജി അനിവാര്യമാണ് എന്ന നിലയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം അത്തരത്തിൽ ഒരു വലിയ ആരോപണമാണ് രഞ്ജിത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. നേരത്തെയും ഈ നടി ചില സംഘടനകളൊക്കെ തന്നെ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പരാതിയായി നൽകിയിട്ടും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും തൊട്ടു പിന്നാലെ ഇവർ ഇന്നലെ ആളിന്റെ പേരെടുത്ത്, കാരണം ഈ സംവിധായകൻ രഞ്ജിത്താണ് തന്നെ ഇത്രയധികം ഒരു സിനിമാ ലൊക്കേഷനിൽ വെച്ച് ദ്രോഹിച്ചത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഇതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു സെക്ഷൻ 354 ഉണ്ട്. അതനുസരിച്ച് കാര്യമായി കേസുകളിലേക്ക് പോകാൻ കഴിയും. മാത്രവുമല്ല, സാമൂഹ്യ പ്രവർത്തകയായ PE ഉഷ ഉൾപ്പെടെയുള്ളവർ പോക്സോ കേസ് അനുസരിച്ച് അല്ലെങ്കിൽ പോക്സോ വകുപ്പുകൾ ഇട്ടുകൊണ്ട് കേസെടുക്കണം എന്ന് ആവശ്യം ഉന്നയിച്ച് സർക്കാരിന് തന്നെ കത്ത് നൽകിയ ഒരു സാഹചര്യവും നിലനിൽക്കുന്നത് കൊണ്ട് നിലവിൽ ഒരു വലിയ തരത്തിലേക്കുള്ള സമ്മർദ്ദത്തിലേക്ക് രഞ്ജിത്ത് നീങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതിനകത്ത് നയപരമായ ഒരു തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. പ്രത്യേകിച്ചും കേരളത്തിന്റെ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചരിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് എതിരെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണം, പ്രത്യേകിച്ചും ലൈംഗിക ആരോപണം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അയാളെ തള്ളിപ്പറയാൻ പാർട്ടി നിലവിൽ ഇപ്പോൾ തയ്യാറാവില്ല എങ്കിൽ പോലും ഒരുപക്ഷെ രാജിക്കപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിലേക്കും നീങ്ങാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ IFFK അല്ലെങ്കിൽ സംസ്ഥാന അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ സമയത്ത് പോലും രഞ്ജിത്തിനെതിരെ വലിയ തരത്തിലുള്ള എതിർസ്വരങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ എതിർസ്വരങ്ങളെയൊക്കെ തന്നെ പാർട്ടിയുടെ പിൻബലത്തോടുകൂടി അതിജീവിക്കാൻ രഞ്ജിത്തിന് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അന്ന് ഒരുപക്ഷെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ, വ്യക്തിപരമായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ ഇന്ന് ഇവിടുത്തെ പ്രശ്നം വലുതാണ്, ഗൗരവമേറിയതാണ്. ഒപ്പം ഇതൊരു ഒരു ഒരു സ്ത്രീ തന്നെ രഞ്ജിത്തിനെതിരെ പ്രത്യക്ഷത്തിൽ തന്നെ അപമാനിച്ച തരത്തിലേക്കുള്ള പരാതിയുമായി രംഗത്തെത്തുമ്പോൾ ഹേമ കമ്മിറ്റിയുടെമായി ബന്ധപ്പെട്ടുള്ള നിലനിൽക്കുന്ന വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, ആ കമ്മിറ്റിക്കകത്തുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒളിപ്പിച്ചു വെച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിന്ന് വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ വലിയ വില തന്നെ രഞ്ജിത്തിന്റെ രാജി ഉണ്ടായില്ല എങ്കിൽ സർക്കാരിനും ഒപ്പം ഇടതുപക്ഷത്തിനും നൽകേണ്ടതായി വരും. ആ സാഹചര്യത്തിൽ ഒരു പക്ഷേ പാർട്ടിക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഒന്നും തന്നെ വലിയ തരത്തിൽ ഒരു കേട് സംഭവിക്കാതെ അല്ലെങ്കിൽ ദോഷം തരാത്ത രീതിയിലുള്ള ഒരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് നമുക്ക് മുതിർന്ന ആളുകൾ, മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരും ഒപ്പം തന്നെ ചില മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് അറിയുവാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ രാജി ആവശ്യപ്പെടാൻ സാധ്യതയില്ല. അത്തരത്തിൽ ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് രഞ്ജിത്ത് സ്വയം രാജിവെച്ച് പോവുകയാണെങ്കിൽ രാജിവെക്കട്ടെ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അവിടെയും പ്രതിസന്ധിയിലേക്ക് പോകും. ഒരുപക്ഷെ രാജിവെച്ചു കഴിഞ്ഞാൽ തന്നെ കേസ് ശക്തമായാൽ, നിയമ നടപടികളിലേക്ക് പോയാൽ രഞ്ജിത്തിന് നിയമ നടപടികളും പോലീസ് നടപടികളും ഒക്കെ തന്നെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ പ്രതിഷേധം പല ഭാഗത്തു നിന്നായി ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രഞ്ജിത്തിന്റെ മാത്രമല്ല രഞ്ജിത്തിനെ വളരെയധികം സഹായിക്കുന്ന അല്ലെങ്കിൽ രഞ്ജിത്ത് നടത്തിയ പ്രവൃത്തികളെ തള്ളിപ്പറയാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ തിരുവനന്തപുരത്തുള്ള ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മാർച്ച് നടത്തിയിരിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം രഞ്ജിത്തിനെയും ഒപ്പം തന്നെ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന മന്ത്രിയും രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷ യുവജന സംഘടനകളിൽ നിന്ന് മാത്രമല്ല ഭരണപക്ഷത്തുള്ള AUIF പോലുള്ള യുവജന സംഘടനകളും വളരെ ശക്തമായ തരത്തിൽ ആരോപണങ്ങൾ ബിനോയ്, ഞാൻ ഇടപെട്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ.